Hi dear children, good morning. Now we move to the next lesson from literature, that is Trail of the Green Blazer. Then let us see what happened next. Deciding to pick the pocket of the man in a green blazer, Raju followed him at a safe distance but close enough to hear his rough voice while arguing with the coconut seller about the price of the coconut. Then they are arguing with this price of the coconut. That's why a little scared about his uh, character, about his this man's character, his rough voice, worried Raju. Okay, then he decided the man was stingy, and also he understood that the man with the green blazer was stingy, that miser. ഇയാളുടെ സംസാരം ഇയാൾ ഈ കോക്കനട്ട് സെല്ലറോട് കൂടിയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് രാജുവിന് തോന്നുകയാണ് ഹി വാസ് സ്റ്റിങ്ങി, ഒരു പിശുക്കനാണ്. മാത്രമല്ല ഹി മൈറ്റ് മേക്ക് എ ട്രബിൾ ഇഫ് ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് പോക്കറ്റ് ഹാഡ് ബീൻ പിക്ഡ്. ഇനി ഈ ഒരു പേഴ്സൻ്റെ പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിശുക്കൊക്കെ ഉള്ള ആളാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ക്യാഷൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രബിൾ ഉണ്ടാക്കും, പ്രോബ്ലം ഉണ്ടാക്കും എന്നൊക്കെ രാജു worried. But he also learned that the man was a soft-hearted. That's the point. This green blazer, the man with the green blazer has a soft-hearted mind. Okay, how he understood that Raju had heard him. He saying that he could not bear to see his motherless child cry when he stopped to buy a balloon for his son. എല്ലാ ദിവസവും അവരുടെ കുട്ടിക്ക് ബലൂൺ കൊണ്ടുപോയി കൊടുക്കുന്നൊരു ശീലം ഈ മാൻ വിത്ത് ഗ്രീൻ ബ്ലേസറിന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രാജു അത് നോട്ട് ചെയ്യാണ്. അപ്പോൾ രാജുവിന് മനസ്സിലായ ഒരു സോഫ്റ്റ് ഹേർട്ടഡ് മൈൻഡും കൂടി ഈ പിക്ക് പോക്കറ്റിന് അല്ലെങ്കിൽ സോഫ്റ്റ് ഹേർട്ടഡ് മൈൻഡും കൂടി ആർക്കുണ്ട്, ഈ നമ്മുടെ മാൻ വിത്ത് ഗ്രീൻ ബ്ലേസറിന് ഉണ്ട്. അതായത് ഗ്രീൻ കളർ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ആൾക്ക് ഉണ്ട് എന്ന് ആര് മനസ്സിലാക്കുന്നു? രാജു മനസ്സിലാക്കുന്നു. കാരണം എല്ലാ ദിവസവും മദർലെസ് ചൈൽഡിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ബലൂൺ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഈ ഒരു കഥയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, then what happened? Raju picked the pocket of a man with a green blazer when he passed through a crowded stall. സമയത്ത് രാജു പോക്കറ്റ് അടിക്കുകയാണ്. ഹി വാസ് ഹാപ്പി ടു ഫൈൻഡ് 30 rupees and some small change in his pocket, in his purse. It was enough to keep him from picking a pocket for another fortnight. ഇനി കുറേ കാലത്തിന് പോക്കറ്റ് അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടെന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തുകയാണ്. ആര്? രാജു. ഹി ഡിസൈഡഡ് ടു ഗിവ് the change to beggars and take his family to a movie. He was about to throw away the purse and he found the balloon tucked inside. അങ്ങനെ ക്യാഷ് എടുത്തു, അല്ല 30 rupeesഉം സം ചേഞ്ചസ് ഉണ്ട്, അത് കയ്യിലെടുത്ത് കഴിഞ്ഞ് അത് ത്രോ എവേ ദ പേഴ്സ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് ഇയാൾ ഓർക്കുന്നത് ഹി ഫൗണ്ട് ദ ബലൂൺ ടക്ഡ് ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിൽ കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു. നേരത്തെ സംസാരിക്കുന്നത് രാജു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? രാജു കുഡ് നോട്ട് ഹിയർ ടു ഇമാജിൻ ദ ചൈൽഡ്സ് ഡിസപ്പോയിൻമെൻറ്റ് വെൻ ഹിസ് ഫാദർ റിട്ടേൺ ഹോം വിത്തൗട്ട് ദ ബലൂൺ. ആ കുട്ടികൾക്ക് മദർലെസ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മദർ ഇല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനാണ്. ആ അച്ഛൻ എന്താ പറയുക, അമ്മ ഇല്ലാത്ത കുട്ടി. അതായത് ആ മാൻ വിത്ത് ഗ്രീൻ ബ്ലേസറിൻ്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാ ദിവസവും ബലൂൺ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ ആ പേഴ്സ് വലിച്ചെറിഞ്ഞപ്പോൾ ബലൂൺ പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഈ നമ്മുടെ പിക്ക് പോക്കറ്റ് രാജുവിനും സിമ്പതി തോന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാജുവിനും ഒരു സോഫ്റ്റ് ഹേർട്ടഡ് മൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇയാൾക്കും മാൻ വിത്ത് ഗ്രീൻ ബ്ലേസറിനും സോഫ്റ്റ് ഹേർട്ടഡ് മൈൻഡ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ.
and thus Raju could not bear to imagine the child's disappointment when his father returned home without the balloon. He had no choice, but only the choice is to put the purse back into the pocket. Okay, this is the humor of the story. And then it is only one choice to put back this purse into his pocket. Whose pocket? The man with the green blazer's pocket. Then what happened? As soon as he slipped his hand into the pocket, the man with the green blazer shouted that his pocket was picked and began to beat Raju. Actually, Raju put him back this purse to his pocket. But the man with the green blazer misunderstands him. He is picking that purse from his pocket. Okay. At that time, people laughed when Raju protested that he was putting this purse back into his pocket. After that, the magistrate came, though the magistrate did not.